നല്ലതല്ലാത്തതെല്ലാം മണലിൽ എഴുതിയതുപോലെ മായ്ച്ചു കളയണം എന്ന് പറയാറുണ്ട്. ചിലരൊക്കെ ചില മുൾപ്പടർപ്പുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം. തിരിച്ചു വരാൻ ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ മുൾപ്പടർപ്പിന് പുറത്ത് ഒരു സാധ്യത നമ്മൾ കാണും, ഒരു പ്രതീക്ഷയുടെ വെളിച്ചം കാണും. ആ സാധ്യതയെ കണ്ടെത്തുമ്പോൾ അതിലൂടെ പുറത്തേക്ക് കടക്കുവാൻ നാം തയ്യാറാകണം. ചിലതൊക്കെ മറന്നെങ്കിൽ മാത്രമേ ചിലതൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ചിലതൊക്കെ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അവയൊക്കെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുവാൻ നാം തയ്യാറാകണം. നാം ചിലതൊക്കെ മറക്കാനും പൊറുക്കാനും തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ കനം മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഭാരമുള്ള ഹൃദയവുമായിട്ടല്ല നാം യാത്ര തുടരേണ്ടത്. സന്തോഷത്താൽ, സ്നേഹത്താൽ, ഒരുപാട് സ്വപ്നങ്ങളാൽ നിറഞ്ഞ ഹൃദയവുമായിട്ടായിരിക്കണം, മനസ്സുമായിട്ടായിരിക്കണം നമ്മുടെ യാത്ര. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാനാണ് നമ്മിൽ പലരും ശ്രമിക്കുന്നത്. എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുവാനാണ് നാം പലരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ശ്രമത്തിനിടയിൽ നഷ്ടപ്പെടുന്നത് നമ്മെ തന്നെയാണ്, നമ്മുടെ യഥാർത്ഥ രൂപത്തെ, നമ്മുടെ യഥാർത്ഥ ഭാവത്തെ. മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുകയല്ല വേണ്ടത്. നേരിൻ്റെ നന്മയുടെ പാതയിലൂടെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി കൂടി ജീവിക്കുവാൻ നാം തയ്യാറാകുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വെളിച്ചത്തിൻ്റെ പാത നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങൾ കൂടി ജീവിക്കണം. ഇടയ്ക്കെങ്കിലും സ്വരമുയർത്തേണ്ടടുത്ത് സ്വരമുയർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ നിലപാടുകൾ എല്ലാം വ്യക്തമാക്കുവാൻ നാം തയ്യാറാകണം. നമുക്ക് നമ്മെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരി കാണേണ്ടതില്ല. നമുക്ക് നാമായി മാറാം. ഒപ്പം നാം കടന്നു പോകുന്ന ഇടങ്ങളിൽ പുഞ്ചിരി വിരിയിക്കാം. കാരണം നമ്മിൽ പുഞ്ചിരി വിടർന്നാലേ മറ്റുള്ളവരുടെ മുഖത്തെ പുഞ്ചിരി കാണുവാനും അത് ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കും സന്തോഷിക്കാം, നമുക്കും പുഞ്ചിരിക്കാം. ഒപ്പം നാം പോകുന്ന വഴികളിൽ പുഞ്ചിരി നിറയ്ക്കാം. ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് വിസ്മയങ്ങളുണ്ടെന്നേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ചില കണ്ടുമുട്ടലുകളാകാം, ചില അനുഭവങ്ങളാകാം, ചില മത്സരങ്ങളാകാം, ചില യൂട്ടേണുകളാകാം, എന്തുമായിക്കൊള്ളട്ടെ, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചില വിസ്മയങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മിലുള്ള കഴിവുകൾ വരെയാകാം അത്. നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളെ കണ്ടെത്തി അവയെ വളർത്തുവാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും. അതെ, നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങളെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ജീവിതം തന്നെ അത്ഭുതമാണ് എന്നാണ് പറയാറുള്ളത്. ഓരോ ദിവസവും അതിലേക്കുള്ള സാധ്യതകളും, നമ്മിലേക്ക് കടന്നു വരുന്ന ഓരോ ദിനങ്ങളും ഓരോ സാധ്യതകളാണ്. ആ ഒരു തിരിച്ചറിവോടെ ഓരോ ദിനത്തെയും സമീപിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഹെലൻ എന്ന മലയാള ചലച്ചിത്രത്തിൽ നായിക കഥാപാത്രം കോൾഡ് സ്റ്റോറേജ് ഫ്രീസറിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. ആരാരും ശ്രദ്ധിക്കപ്പെടാതെ മരണത്തോട് മല്ലടിക്കുന്ന സമയം സെക്യൂരിറ്റി ജീവനക്കാരൻ നായികയുടെ പിതാവിനോട് പറയുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം ആ കുട്ടി ഇവിടെ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്ന്. സിനിമയുടെ അവസാന ഭാഗത്ത് അച്ഛൻ സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ മകൾ ഇവിടം വിട്ടു പോയിട്ടില്ല എന്നുള്ളത്? അദ്ദേഹം പറയുന്ന മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ വരുമ്പോഴും പോകുമ്പോഴും എന്നെ നോക്കി ആ കുട്ടി പുഞ്ചിരിക്കാറുണ്ട്, ഒരു സലാം കൂടി പറയാറുണ്ട്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നവർക്ക് ലഭിക്കുന്ന ആ പുഞ്ചിരി ഒരു വലിയ സമ്മാനമാണ് എന്ന്. അതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരാലും കരുതലിൻ്റെ അനുഭവം ലഭിക്കാതെ, വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ കരുതലോ സ്നേഹമോ ഒന്നും ലഭിക്കാതെ ഒരുപാട് പേർ നമ്മുടെ ചുറ്റിനുമുണ്ട്, നമ്മുടെ ഉറ്റവരിൽ പോലും. അവർക്ക് വേണ്ടി ഒരു പുഞ്ചിരി നൽകുവാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ. ഈ ദിനം പുഞ്ചിരിയാൽ സമൃദ്ധമാകട്ടെ, സമ്പന്നമാകട്ടെ, സൗന്ദര്യമുള്ളതാകട്ടെ. നമുക്ക് നമ്മുടെ മുഖത്ത് സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, കരുതലിൻ്റെ പുഞ്ചിരിയെങ്കിലും ചേർത്ത് വയ്ക്കാം. നല്ല ഒരു ദിനമാണ്. പുഞ്ചിരി നിറഞ്ഞ ദിനമാകട്ടെ ഈ ദിനം.
നേരുന്നു. ശുഭദിനം.